ഈ പത്രികയുടെ കാര്യത്തിൽ തീരുമാനമായി? പത്രികയുടെ കാര്യത്തിൽ ഡിസൈഡായി. അപ്പോൾ TMC ആയിട്ട് AITCയിൽ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല, സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചിട്ട് കിട്ടിയത്. സ്വതന്ത്രനായിട്ട് പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുന്നത് നമ്മൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കാൻ പോകുന്നത്. അതെ, ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട്. മുമ്പും ഈ പറഞ്ഞത് JPP-യുമായിട്ടല്ലേ നമ്മൾ മത്സരിക്കാൻ TMC ആയിട്ടുള്ള പത്രിക തള്ളിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരം അറിഞ്ഞിരിക്കുന്നു. അഷ്കർ, അങ്ങനെയല്ലേ? ഇപ്പോൾ സ്വതന്ത്രനായിട്ട് തന്നെയാണ് PV അൻവറിന് മത്സരിക്കാനാവുക. 2 തരം നാമനിർദ്ദേശ പത്രികകൾ നൽകിയെങ്കിലും ഒന്ന് തള്ളിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൽ വ്യക്തത വരുത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അഷ്കർ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കാൻ പോകുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ആയിട്ട് തന്നെയാണ്. അഥവാ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കും എന്നുള്ള കാര്യം അതിൽ പത്രിക വിവരങ്ങൾക്ക് വേണ്ടി വ്യക്തതയ്ക്ക് വേണ്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിവെച്ചിരുന്നത്. ഇതിൽ അന്തിമ തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പി വി അൻവർ അറിയിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ പി വി അൻവറിന് നിലമ്പൂരിൽ മത്സരിക്കാൻ കഴിയില്ല. അതിന് പകരമായി പി വി അൻവർ സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും പി വി അൻവർ മത്സരിക്കുക. അവിടെ 3 ചിഹ്നങ്ങൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ട് പി വി അൻവർ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയിരിക്കുന്നത്. അത് നേരത്തെ പി വി അൻവർ മത്സരിച്ചിരുന്ന ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ കത്രികയും അതിനോടൊപ്പം തന്നെ കപ്പൻ സോസർ, അങ്ങനെ 3 ചിഹ്നങ്ങളിലായിട്ടാണ് പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. അതായിരുന്നു പരിഗണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അതിൽ ഏത് ചിഹ്നമായിരിക്കും ഇനി പി വി അൻവറിന് സ്ഥാനാർത്ഥി ചിഹ്നമായി ലഭിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിൽ ഒന്ന് ഓട്ടോറിക്ഷ ചിഹ്നം നേരത്തെ ജോസഫിൻ്റെ പാർട്ടിക്ക് അത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ അന്തിമം ഉണ്ടാകുമ്പോൾ അവിടെ അവരുടെ സ്ഥാനാർത്ഥിയുടെ മത്സരിക്കാത്ത സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമ്പോൾ എന്നതൊക്കെ തന്നെ കാത്തിരുന്ന് കാണണം. രണ്ടാമത്തെ ചിഹ്നം എന്ന് പറയുന്നത് കത്രിക ചിഹ്നമാണ്. അതിലും 2 തവണ പി വി അൻവർ മത്സരിച്ച് തന്നെയാണ്. അഥവാ 6 തവണ പി വി അൻവർ മത്സരിച്ച ഘട്ടത്തിൽ 3 തവണയോളം ഓട്ടോറിക്ഷയിലും 2 തവണയോളം കത്രിക ചിഹ്നത്തിലും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകിൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കത്രിക എന്നുള്ളത് തന്നെയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ മൂന്നാമത്തെ ചിഹ്നമായി കപ്പും സോസറിലും മത്സരിക്കാനുള്ള സാധ്യതയും കാണുന്നു. എന്തായാലും പി വി അൻവറിൽ നിലമ്പൂരിൽ മത്സരിക്കാൻ പോകുന്നത് തൃണമൂൽ കോൺഗ്രസ് തന്നെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തീരുമാനം അറിയിച്ചിരിക്കുന്നു. പി വി അൻവർ പറയുന്നത് ചിഹ്നമോ പാർട്ടിയോ ഒന്നും തന്നെയല്ല വിഷയം, ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലൊരു ആശങ്കയില്ല എന്നാണ് പി വി അൻവർ പങ്കുവെക്കുന്ന വിവരം. പക്ഷേ അത് എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം. സ്മൃതി, ശരി, പി വി അൻവർ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ പൂർണ്ണമായി വ്യക്തത വന്നിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ള വ്യക്തത കൂടി വന്നിരിക്കുന്നു. TMC സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള അവസാന സാധ്യത പരിശോധിക്കുകയായിരുന്നു പി വി അൻവർ. പക്ഷേ സ്വതന്ത്രമായിട്ടേ മത്സരിക്കാനാവൂ. ദേശീയ പാർട്ടിയല്ല TMC, കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ആ സാഹചര്യത്തിൽ പി വി അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചിഹ്നത്തിന്റെ കാര്യത്തിൽ അഷ്കർ, എപ്പോൾ ഒടുവിലത്തെ തീരുമാനം അറിയാം? ചിഹ്നത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എപ്പോൾ അറിയാനാകും? സ്മൃതി, അടുത്ത മണിക്കൂറിൽ തന്നെ ചിഹ്നത്തിൻ്റെ കാര്യത്തിലും അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ അറിയിച്ചോ എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. ഈ ചിഹ്നം ഏതാണെന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ട് അറിയണം. ചിഹ്നം ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക വിവരം പി വി അൻവർ ലഭിച്ചിട്ടില്ല. സൂക്ഷ്മ പരിശോധന പൂർത്തിയാൽ മാത്രമേ ചിഹ്നം ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരുള്ളൂ. ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കേണ്ടതാണ്. 3 ചിഹ്നങ്ങൾക്കാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. ഒന്ന് ഓട്ടോറിക്ഷ ചിഹ്നമാണ്, രണ്ടാമത്തേത് കത്രിക ചിഹ്നമാണ്, മൂന്നാമത്തേത് കപ്പും സോസറും ചിഹ്നമാണ്. അതിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിനും അതുപോലെ തന്നെ കത്രിക ചിഹ്നത്തിനും നേരത്തെ പി വി അൻവർ മത്സരിച്ച ചിഹ്നങ്ങൾ കൂടിയാണ്. അതിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് തന്നെ നിലമ്പൂരിൽ പി വി അൻവർ ജയിച്ച് MLA ആവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനാണ് ഒന്നാമത്തെ പ്രയോറിറ്റിയായി പി വി അൻവർ നാമനിർദ്ദേശ പത്രികയിൽ നൽകിയിരിക്കുന്നത്. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനാണ്. പക്ഷേ അതിനെ അംഗീകരിച്ച് നൽകുമോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച് നൽകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് അറിയേണ്ടത്. അല്പസമയത്തിനകം തന്നെ അതിൽ കൂടി വ്യക്തത വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ള കാര്യം. സ്മൃതി.